അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടും റസൂലുള്ളാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുമാണ് മുസ്ലിം ലോകം പ്രവാചകരുടെ കീർത്തനങ്ങളാകുന്ന മൗലിദുകൾ ഉരുവിടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ പറയുന്നത്, നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്, ഇവിടെ പ്രസംഗിച്ച മൗലവി തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേരിൽ ഇപ്പൊ ഇവർ മദ്ഹ് പറയുക എന്ന പേരിൽ ഒരലർച്ചയാണ്. റബീഉൽ അവ്വൽ 12 സുബഹിന്റെ മുമ്പ് ഇവിടെ ആകെ ഒരു അലർച്ചയാണ്. അവർക്കത് കേൾക്കാൻ കഴിയില്ല. ആരംഭ റസൂലുള്ള ജനിച്ചു എന്ന് കേട്ടപ്പോ ആ റസൂലുള്ളാന്റെ കീർത്തനം അന്ന് ഇബ്ലീസിന് കേൾക്കാൻ കഴിയാതെ അവൻ ഓടിയകന്നു എന്ന് ചരിത്രത്തിലും ഹദീസിലും കാണാം. അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ വിഭാഗത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ കീർത്തനം മൗലിദ് ഓതേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്താനാണ് നമ്മുടെ രാജ്യത്തുള്ള ബിദഅകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താണ്? ഇപ്പൊ റബീഉൽ അവ്വൽ മാസം വരാൻ പോവാണ്, ഇപ്പൊ തുടങ്ങും മുസ്ലിംമാർ സലാത്തുല്ലാ സലാമുല്ലാ എന്ന് പറഞ്ഞിങ്ങനെ ഇറങ്ങും. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? അയാൾ പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ തുടങ്ങും ഓരോ കമാൻഡർമാരെ വരി ബിസിലൊക്കെ എടുത്ത് ഇറങ്ങും മുസ്ലിയാക്കന്മാര്. എവിടുന്ന് കിട്ടിയതാ അതൊക്കെ? കണ്ടോ, എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ? ആരംഭ റസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണ് എന്നാ ചോദ്യം. സഹോദരന്മാര് ചിന്തിക്കണം. കഴിഞ്ഞില്ല, വേറൊരു മൗലവി ഉണ്ട്, സുഹൈർ സുന്ദത്ര എന്ന് പറയുന്ന മൗലവി. ആ മൗലവി പറയുന്നത് എന്താണ്? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ കൂത്താണോ? അയാൾ പറയുന്നു, കേട്ടോളൂ നിങ്ങൾ. അവനോട് പ്രാർത്ഥിക്കുന്ന കോലായത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാരെ വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ ഏതു മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പ്രവാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ പദ്യമായി അവർ ഉരുവിട്ടിട്ടുള്ളത്. എത്രയാണ് സ്വലാത്തുകൾ? ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി മുസ്തഫൗനൽ അഖിയാർ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നൂറുകണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ സ്വലാത്ത് പദ്യമായി ചൊല്ലിയത് നമുക്ക് കാണാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സ്വലാത്തുകൾ പദ്യമായി ചൊല്ലിയത് കാണാൻ കഴിയും. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, ഇതേതാ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ, നബി പഠിപ്പിച്ചിട്ടുണ്ടോ? ഓർക്കണം നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു വിശ്വാസികൾ മൗലിദുകളിലൂടെ. അത് പാടില്ല. അതിനെ എതിർക്കുകയാണ് മുജാഹിദുകൾ. എന്നിട്ട് പറയുന്നത് എന്താണ്? മൗലിദ് നടത്താൻ നമുക്കുള്ള തെളിവ് എന്താണത്രേ? ഒരു മുജാഹിദ് മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയോ? മൗലിദ് നടത്താൻ ഇവർക്ക് ആകെയുള്ള തെളിവ് ഇതാണ്. എന്ത്? എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു. അതുകൊണ്ട് നമ്മളും നമ്മുടെ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ? ഇതാണിപ്പോ നമ്മുടെ തെളിവ്. നമ്മുടെ തെളിവ് മൂപ്പരാ പറയുന്നത്. കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. അതിനാണ് നിങ്ങൾ ഒടിഞ്ഞു നിൽക്കുന്നത്. കൊടി തോരണങ്ങൾ കെട്ടി വീടുകളിൽ അലങ്കരിച്ച് പള്ളിക്ക് പെയിന്റടിച്ച് അല്ലെ? എന്നിട്ട് പറഞ്ഞെന്താ? എല്ലാ നേതാക്കന്മാരുടെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കളുടെ നേതാവായി നബിയുടെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? അതാപ്പ തെളിവ്. ശ്രീകൃഷ്ണ ജയന്തി, നാനാക്ക് ജയന്തി, നെഹ്റു ജയന്തി, ഗാന്ധി ജയന്തി, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ജയന്തി വേണ്ടേ? കേട്ടില്ല നിങ്ങൾ?
ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ടാടുന്നു. അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ? ഇതാണ് ഇവരുടെ തെളിവ്. ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത്, പള്ളിക്ക് പെയിന്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് കേൾക്കണം നിങ്ങൾ. സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരംഭ റസൂലിന്റെ മൗലിദ് കഴിക്കാനും മൗലിദ് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല, പരിശുദ്ധ ഖുർആനാണ്, ഹദീസുകളാണ്, പൂർവീക മുസ്ലിമീങ്ങളുടെ നിലപാടുകളാണ്.